ഇത് വിമർശകർക്കുള്ള സഞ്ജുവിന്റെ മറുപടിയാണ്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള 4ാം T20 സഞ്ജു 50 അടിച്ചിരിക്കുകയാണ്. സഞ്ജു ഇപ്പോഴും തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാച്ച് ഡെക്കിൽ സഞ്ജു പുറത്തായപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ സഞ്ജുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. സഞ്ജു 2 സെഞ്ചുറികൾ അടുപ്പിച്ചടിച്ചിട്ടും സഞ്ജുവിന്റെ പോസിറ്റീവ് കാണാതെ സഞ്ജു ഒന്ന് ഡൗൺ ആയപ്പോൾ സഞ്ജുവിനെ കുറ്റം പറയാൻ ആരാധകർ എത്തി. അതിന് സഞ്ജു ബാറ്റ് കൊണ്ടാണെന്ന് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ ഇന്നിങ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പരമ്പര നേടാൻ വേണ്ടിയാണ് ഇന്ന് ഇന്ത്യ കളിക്കാനിറങ്ങിയത്. ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ഫസ്റ്റ് സഞ്ജുവും അഭിഷേകുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യം തന്നെ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജു 2 കളിപ്പിച്ചാണ് ഇന്ന് കളിക്കാനിറങ്ങിയത്. സഞ്ജുവിന് നല്ലൊരു സപ്പോർട്ട് അഭിഷേക് ശർമ്മ കൊടുത്തു. അഭിഷേകും സഞ്ജുവും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. 5 ഓവറിൽ ഇന്ത്യ 70 റൺസ് കടന്നിട്ടുണ്ടായിരുന്നു. അത്രയും വേഗത്തിലായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്. പവർ പ്ലേ ഓവറുകളിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും സിക്സറുകളും ഫോറുകളും സഞ്ജു പായിക്കാൻ തുടങ്ങി. സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സ് നാണം കെട്ടു. സഞ്ജുവിനെ മെരിക്കാൻ അവർക്ക് സാധിച്ചില്ല. സഞ്ജു അടിയോടടിയായിരുന്നു. സഞ്ജു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ സഞ്ജുവിന് ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ സാധിക്കും. പക്ഷേ സഞ്ജുവിന് ചില മാച്ചിൽ ഡെക്കിൽ പുറത്താവുന്നുണ്ട്. അത് മാത്രമാണ് സഞ്ജുവിന്റെ നെഗറ്റീവ്. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ കളിക്കാൻ ഈസിയല്ല. എന്നിട്ട് സഞ്ജു മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. ഇനി സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജുവിനെ വിമർശിക്കാൻ പോലും ഇപ്പോൾ ആരാധകർക്ക് ഭയമാണ്. കാരണം ഒരു മാച്ച് ഡെക്കിൽ പുറത്തായാൽ അടുത്ത മാച്ചിൽ സഞ്ജുവിന്റെ വെടിക്കെട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഞ്ജുവിനെ എല്ലാവർക്കും ഭയമാണ്. ഇന്നത്തെ മാച്ചിൽ ഇന്ത്യ 200+ റൺസ് നേടുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഇന്ന് ജയിക്കാം. ഇതോടുകൂടി ഇന്ത്യക്ക് പരമ്പരയും ലഭിക്കും. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സഞ്ജു 50 അടിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.